Hi friends, welcome back to my channel. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഫോൾട്ട് ലൈൻ കേക്ക്. ആ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബേക്കേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നല്ലോണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ഇപ്പോൾ ഫോൾട്ട് ലൈൻ കേക്ക്. അപ്പോൾ ഇതിൽ ഞാൻ സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. മുന്നേ ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ സ്പഞ്ച് കേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഐസിങ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ടേൺ ടേബിളിന് മുകളിലേക്ക് ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ലെയേഴ്സ് ആയിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്. അതിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കേക്കും നമുക്കത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്ത കേക്കിനെ മുകളിലായിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ക്രീം ഫ്രോസ്റ്റിങ്ങിൽ ഈ കേക്കിൽ ഉണ്ടാകുന്ന തരികളൊന്നും നമുക്ക് ലാസ്റ്റ് ക്രീം ഫ്രോസ്റ്റിങ്ങിൽ കിട്ടില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്രീം ഫ്രോസ്റ്റിംഗ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടെടുക്കാം. ആ ഒരു ടൈമിൽ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ക്രീമിലേക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോൾട്ട് ലൈൻ ഡിസൈനിനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഈ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ടിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാത്തൊരു ATM കാർഡ് വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത കേക്കാണിത്. ഇനി ഇതിൻ്റെ ഫോൾട്ട് ലൈൻ ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കളർ എടുത്തിട്ട് അതിലേക്കൊന്ന് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ നെയിം എഴുതിയിട്ടുണ്ട്. നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.